വിളവയപ്പോൾ ക്യാമറയിലെ അഖിൽ പറയണം എന്റെ ശബ്ദം അല്പം കൂടുതലാണ്, അല്പം താക്കണമെന്ന്. അങ്ങനെ ഒരു പരിപാടിയില്ല. നമ്മളിനി ഈ പറയുന്ന ആവേശം ഇങ്ങനെ കൊട്ടിക്കയറി പോകുന്നതിനനുസരിച്ചുള്ള ഒരു വൈബ് മാത്രമേ ഇവിടെ നിന്ന് നമുക്ക് നൽകാൻ കഴിയുള്ളൂ. ഈ വരുന്ന ദൃശ്യങ്ങൾ രതീഷ് തുടക്കം മുതൽ പറയുന്ന ദൃശ്യങ്ങൾ അല്ലെ, നമ്മുടെ സംവിധാനങ്ങളൊക്കെ സജ്ജമാവുകയാണ്. സംവിധാനങ്ങളെല്ലാം സജ്ജമായി വിവിധ കൗണ്ടിംഗ് സ്റ്റേഷനുകളിൽ മാതൃഭൂമി ന്യൂസ് സംഘം തയ്യാറാണ്. ഇതാ ഇടുക്കിയിൽ നിന്നുള്ള ദൃശ്യം. ഹൈ റേഞ്ചും ലോ റേഞ്ചും എങ്ങനെ ചിന്തിക്കുന്നു? ആരെ ആ നാട്ടിൽ നിന്ന് ഡൽഹിക്ക് വണ്ടി കയറ്റും? ഡീൻ കുര്യാക്കോസ് തന്നെയാണോ? ഡീൻ കുര്യാക്കോസിന് കഴിഞ്ഞ തവണ ലഭിച്ച ഭീകരമായ മലയോളം പോന്ന ആ ഭൂരിപക്ഷം, അതിൽ ഇടിവുണ്ടാകുമോ എന്നതാണ് ചോദ്യം. അവിടെ എന്ത് നടക്കും? ഒരു സിറ്റിംഗ് എം പിയും മുൻ എം പിയും കൂടി ഫൈറ്റ് ചെയ്യുന്ന ഇടുക്കിയുടെ ചിത്രത്തിലേക്കാണ് നമ്മൾ പോകുന്ന. അവിടെയുള്ള ദൃശ്യങ്ങളാണ് ചരിത്രമുള്ള രണ്ടുപേർ നിൽക്കുമ്പോൾ ഇടുക്കിയിൽ ഒരു മിടുക്ക് കൂടിയുണ്ട്. സംഗീത വിശ്വനാഥൻ എന്താ അവിടെ ചെയ്യാൻ കഴിയും എന്നതുകൂടി ഒരു ചോദ്യമുണ്ട്. ആരുടെ വോട്ടാണ് അങ്ങോട്ട് ചോർന്നു പോവുക എന്നതുണ്ട്. 1,71,053 വോട്ടുകളാണ് കഴിഞ്ഞ തവണ ഡീൻ കുര്യാക്കോസ് കൂടുതലായി നേടിയത്. അദ്ദേഹത്തിന്റെ മാർജിൻ അത്രത്തോളം ഭീമമാണ്. 54% അദ്ദേഹത്തിന്റെ വോട്ട് വിഹിതം എന്ന് പറയുന്നത്. അതായത് ഒരു തിരഞ്ഞെടുപ്പിൽ തോറ്റ സ്ഥാനാർത്ഥി അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക 1.25 ലക്ഷം വോട്ട് ജയിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത്ഭുതകരമായ ഭൂരിപക്ഷമാണ് ആ ചെറുപ്പക്കാരൻ യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ നേടിയത്. ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഡീൻ കുര്യാക്കോസിന് ചിക്കൻ ബോക്സ് വിളിച്ചു. അപ്പോൾ വീട്ടിൽ വേറെ സന്ദർശകരൊന്നുമില്ല. എന്നെ വിളിച്ച് എന്നോട് ചോദിച്ചു, ഈ ട്രെൻഡ് അറിയാൻ എന്താണ് വഴി? നിങ്ങൾക്ക് സർവേ ഒക്കെ ഉണ്ടല്ലോ, സർവേയുടെ ഫലം കുറച്ച് നേരത്തെ അറിയിക്കാൻ പറ്റും, എനിക്ക് ടെൻഷൻ സഹിക്കാൻ പറ്റുന്നില്ല. എന്തായാലും ടെൻഷനൊക്കെ തീരാൻ പോവുകയാണ്. ഇതാ വോട്ടെണ്ണാൻ ഇനി വളരെ കുറച്ച് സമയം. 6:23:50 6:23:52 ഇങ്ങനെ സമയം പടപട കടന്നു പോകുമ്പോൾ ഇനി അധിക ദൂരമില്ല. ട്രെൻഡ് അറിയാൻ നെഞ്ചിരിപ്പൊക്കെ പതിയെ ഇനി താഴേക്ക് വരാൻ കുഴപ്പമില്ല. വേഗത്തിൽ എണ്ണി തുടങ്ങും. നമുക്കൊപ്പം ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് ജെയിനസ് രാജുണ്ട്. ജൈനിയും ഡീൻ കുര്യാക്കോസ് ഉയർത്തിവെച്ച വലിയ ഭൂരിപക്ഷത്തിനോട് മത്സരിക്കുകയാണ് അവിടെ ജോയ്സ് ജോർജും സംഗീതയും. ഇടുക്കിയിൽ എന്തെങ്കിലും ഒരു മാറ്റത്തിനുള്ള സാധ്യതയുണ്ടോ, അതോ ഡീൻ തന്നെയോ ഇടുക്കിയുടെ നായകൻ? തീർച്ചയായിട്ടും UDF തന്നെയാണ് മുൻതൂക്കം എങ്കിലും ശക്തമായിട്ടുള്ള ഒരു മത്സരം കാഴ്ചവെക്കാൻ LDF കഴിഞ്ഞിട്ടുണ്ട് എന്ന വിലയിരുത്തലാണ്. പ്രത്യേകിച്ച് വോട്ടിംഗ് ശതമാനത്തിൽ ഉണ്ടായ കുറവ് അത് ഈ രണ്ട് മുന്നണികളെ സംബന്ധിച്ച് ആശങ്ക ഉണ്ടാക്കുന്നതാണ്. കാരണം 10%-ലധികം കുറവ് വോട്ടിംഗ് ശതമാനത്തിലുണ്ട്. രണ്ട് മേഖലകളായി തിരിച്ചു വേണം നമ്മൾ ഇടുക്കി മണ്ഡലത്തിന്റെ ഒരു രാഷ്ട്രീയ വിശകലനം നടത്താൻ. പ്രത്യേകിച്ച് ലോ റേഞ്ചിലും അതോടൊപ്പം തന്നെ ഹൈ റേഞ്ചിലും ആ രണ്ട് വ്യത്യസ്ത രാഷ്ട്രീയമാണ് നിലനിൽക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു മുന്നേറ്റം അത് ഇടതുമുന്നണിക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് വിജയപ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. ലോ റേഞ്ച് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും UDF അനുകൂലമായിട്ടുള്ള മേഖലയാണ്. 2014 വലിയ പ്രശ്നങ്ങൾ, കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ ഇടുക്കി ജില്ലയിൽ ഉണ്ടായ ഘട്ടത്തിൽ പോലും UDF കൂടെ നിന്ന മണ്ഡലങ്ങളാണ് ലോ റേഞ്ചിലുള്ള കോതമംഗലം, മൂവാറ്റുപുഴ, തൊടുപുഴ മണ്ഡലങ്ങൾ. ആ തൊടുപുഴ ഈ 3 മണ്ഡലങ്ങളിൽ വലിയ ലീഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഈസി വോക്ക് ഓവർ എന്ന നിലയിൽ UDF മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, 2019 അത്രയും ലീഡ് UDF ഉണ്ടാകില്ല. അത് 3-1 കുറഞ്ഞാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. 3-1 കുറഞ്ഞ 3-1 കുറവായാൽ പോലും അത്ഭുതപ്പെടേണ്ടത്. ശരി.